ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. അരുണോദയത്തിൽ അരുളിയിടുക നിൻ അരുമയം തിരുവചസിൻ മൊഴികൾ. ആനന്ദമേ, ആശ്വാസമേ, ആരമ്യമേ നിൻ വചനം. ആനന്ദമേ, ആശ്വാസമേ, ആരമ്യമേ നിൻ വചനം. പ്രഭാതകാലേ വന്നടിയൻ നിൻ പ്രഭാവത്തിൻ മുന്നിൽ വണങ്ങിടുന്നേ. പ്രഭോ സമ്പൂർണമായി സമർപ്പിക്കുന്നേ, നിൻ പ്രഭയാൽ എന്നെ നിറച്ചിടുകേ. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ പ്രഭാതത്തിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിസ്തുല്യമായ പ്രഭാതവന്ദനം. 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവപ്രസാദകരമായ ഒരു ജീവിതം നയിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ദൈവപ്രസാദകരമായ ഒരു ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന കൽപ്പനകളെ തന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പൗലോസ് അപ്പോസ്തലനും കൂടെയുള്ളവരും തെസ്സലോനിക്കയിലായിരുന്ന സമയത്ത് കർത്താവിൽ നിന്ന് അനേക കൽപ്പനകൾ നൽകുവാൻ ഇടയായി തീർന്നു. ആ കൽപ്പനകളുടെയൊക്കെ ഉദ്ദേശം ദൈവപ്രസാദകരമായ ജീവിതം നയിക്കുക എന്നാണ്. ഇവിടെ കൽപ്പനകൾ എന്ന് പറയുന്നത് ഒരു മിലിറ്ററി പ്രയോഗമാണ്. ഒരു മിലിറ്ററിയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ തൻ്റെ താഴെയുള്ളവർക്ക് നൽകുന്ന കൽപ്പന നിശ്ചയമായിട്ടും അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ട്. അങ്ങനെ അനുസരിക്കുവാൻ നൽകിയിരിക്കുന്ന കൽപ്പനകളെ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ യജമാനായിരിക്കുന്ന കർത്താവ് തന്നെ പ്രസാദിപ്പിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കൽപ്പനകൾ ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ കൽപ്പനകൾ വായിക്കുവാനും അത് മനസ്സിലാക്കുവാനും അതനുസരിക്കുവാനും നാം മനസ്സ് വെക്കുമ്പോഴാ ദൈവപ്രസാദകരമായ ജീവിതം സാധിക്കുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ന കൽപ്പനകളൊക്കെ തന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ അവരറിയണം, അവരുടെ ഹൃദയത്തിൽ ആ കൽപ്പനകളൊക്കെ സൂക്ഷിക്കണം, അത് പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. പടചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ ഏർപ്പെടുന്നില്ല എന്ന് പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നത് നാം വായിക്കുന്നുണ്ട്. പടചേർത്തവനെ തൻ്റെ പട്ടാളത്തിൽ പടയാളികളാക്കി നമ്മെ ആക്കിയിരിക്കുകയാണ്. ആ പടചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കൽപ്പനകളാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ആ കൽപ്പനകൾ അനുസരിക്കുവാനും ആ കൽപ്പന പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഇടയായിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രസാദകരമായ ഒരു ജീവൻ നയിപ്പ്. നമ്മുടെ കർത്താവ് ഇത് പറയുന്ന വായിക്കുന്നുണ്ട്, ഞാൻ അവൻ എപ്പോഴും പ്രസാദകരമായത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായിട്ട് വിട്ടിട്ടില്ല എന്ന പിതാവിനെ കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ പിതാവ് പുത്രനെ എപ്പോഴും കൈവിടാത്തതിന്റെ കാരണം പറയുകയാണ്. പുത്രൻ എപ്പോഴും പിതാവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ചു എന്നുള്ളതാണ്. പ്രിയ ദൈവമക്കളെ, ദൈവവചനം എത്രത്തോളം നാം വായിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്, അത് എത്രത്തോളം നാം പ്രമാണിക്കുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട് എന്ന് നമ്മെ തന്നെ ചോദ്യം ചെയ്യുക. അങ്ങനെ ദൈവവചന പ്രമാണത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവപ്രസാദകരമായ ഒരു ജീവിതം നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തായിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാൻ ആവശ്യമായ ഒരു കൽപ്പന ഇവിടെ നൽകുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്ന് നാം മനസ്സിലാക്കി അത് ചെയ്യുമ്പോഴാ ദൈവം പ്രസാദിക്കുന്നത്. ഇവിടെ തെസ്സലോനിക്ക വിശ്വാസികളോട് പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ ഒരു ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണ്. അഥവാ ദൈവം പ്രസാദിക്കണമെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കണം. അശുദ്ധിയിൽ ദൈവം പ്രസാദിക്കത്തില്ല. ദൈവം ഇസ്രായേലിനോട് പറയുന്നുണ്ടല്ലോ, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധൻ ആയിരിപ്പിൻ.
അപ്പോസ്തലനായ പത്രോസ് അത് 1 പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനായിരിക്കുന്നതുകൊണ്ട് നിങ്ങളും വിശ്വസ്തരായിരിപ്പീൻ, വിശുദ്ധരായിരിപ്പീൻ എന്ന് നമുക്ക് പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ അതിന്റെ 13 മുതൽ കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ വിളിച്ച ദൈവം വിശുദ്ധനാണ്. ആ ദൈവത്തോടുള്ള അനുസരണം എന്ന് പറയുന്നത് എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പി. എന്തുകൊണ്ടാണ് വിശുദ്ധിയോ നയിക്കേണ്ടത്? മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ഒരു പിതാവിനെയാണ്, ദൈവത്തെയാണ് നാം പിതാവെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവാസകാലത്ത് വിശുദ്ധിയോടുകൂടി നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ അതിന് 3 തലങ്ങളുണ്ട്. 1 ആത്മാവിന്റെ വിശുദ്ധീകരണം, അതിനെ നീതീകരണം എന്നാണ് പറയുന്നത്. 2 ദേഹിയുടെ വിശുദ്ധീകരണം, അതിനെ വിശുദ്ധ ജീവിതം എന്നാണ് പറയുന്നത്. 3 ശരീരത്തിന്റെ വിശുദ്ധീകരണം, അതിനെ തേജസ്കരണം എന്നാണ് പറയുന്നത്. നാം രക്ഷിക്കപ്പെടുമ്പോൾ യേശു കർത്താവിനെ ഒരു വ്യക്തി രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവൻ തന്റെ പാപത്തെ ഓർത്ത് അനുദപിച്ച് കാൽവറിയിലെ ക്രൂശിലേക്ക് നോക്കി അവന്റെ പാപത്തിനു വേണ്ടി ഭരിക്കുന്ന കർത്താവിനെ കണ്ട് ഹൃദയം കർത്താവിനായിട്ട് സമർപ്പിക്കുമ്പോൾ സാധിക്കുന്നത് ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. അതൊരിക്കലായിട്ട് നടക്കുന്നതാണ്. എന്നാൽ അവന്റെ ദേഹിയിൽ, അവന്റെ ഹൃദയത്തിൽ പിന്നെയും പാപ സ്വഭാവങ്ങൾ, പഴയ ജഡത്തിന്റെ മാലിന്യങ്ങൾ ജഡത്തിലും ആത്മാവിലും കടന്നു വരുവാൻ, ഹൃദയത്തിലും പുറമേയും കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതെന്ത് ചെയ്യണം? ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷങ്ങളെ നീക്കണം. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, സത്യത്താൽ അവരെ വിശദീകരിക്കണമേ, നിന്റെ വചനം സത്യമാണ്. ദൈവവചനം വായിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ദൈവവചന പ്രകാരം നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തി പരിഹരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദേഹിയുടെ ശുദ്ധീകരണം നടക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്ന അനുദിന ജീവിതത്തിൽ വിശുദ്ധീകരണം പാലിക്കണം എന്നാണ്. നമ്മുടെ പാപത്തിന്റെ എല്ലാ കളങ്കങ്ങളെയും നീക്കിക്കളഞ്ഞ് അതിനാവശ്യമായ കൃപ തരുവാൻ കർത്താവ് സന്നദ്ധനാണ്. അതിനുള്ള ആവശ്യമായ ശക്തി തരുവാൻ കർത്താവിന് സന്നദ്ധനാണ്. പാപത്തിന്റെ എല്ലാ മാലിന്യങ്ങളും നീക്കിക്കളഞ്ഞ് നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് സഹായിക്കുക. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്നും നിർമ്മലതയിൽ നിന്നും നമ്മളെ അകറ്റിക്കളയുന്ന എല്ലാ കാര്യങ്ങളും നീക്കിക്കളയുവാൻ ഇടയാകണം. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ നമുക്ക് പ്രകാശിക്കാൻ കഴിയണം. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ആ ഇഷ്ടം നാം നിറവേറ്റുമ്പോൾ നമുക്ക് കർത്താവിന് പ്രസാദകരമുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. ദൈവത്തിന് കഴിവുള്ള ആളുകളെയോ, ദൈവത്തിന് മിടുക്കന്മാരായ ആളുകളെയോ, ദൈവത്തിന് പ്രഗത്ഭന്മാരായ ആളുകളെയോ അല്ല ആവശ്യം. ദൈവത്തിന് എപ്പോഴും ശുദ്ധിയുള്ളവരെയാണ്. ആ ശുദ്ധിയിൽ ദൈവം പ്രവർത്തിക്കുന്നവനല്ല. അപ്പോൾ ദൈവപ്രസാദകരമായൊരു ജീവൻ നയിപ്പാൻ ശുദ്ധീകരണം ആവശ്യമാണ്. ശുദ്ധീകരണം കാണാതെ ആർക്കും ദൈവത്തെ കാണുവാനായിട്ട് കഴിയുന്നതല്ല. വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നതാണ്. ദൈവത്തെ ആരാധിക്കുന്ന സെറാപ്പുകളെ നമ്മൾ യെശയ്യാവ് 6 കാണുന്നുണ്ടല്ലോ. അവർ പറയുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നാണ്. ദൈവത്തിന്റെ ഒരു ഗുണത്തെ ഉദ്ഘോഷിക്കുമ്പോൾ അത് ദൈവത്തിന്റെ വിശുദ്ധിയാണ്. 3-മതായിട്ട് നമ്മുടെ ദേഹത്തിന്റെ വിശുദ്ധി അഥവാ ശരീരത്തിന്റെ വിശുദ്ധി പൂർത്തീകരിക്കുന്നത് നമ്മുടെ താഴ്ചയുള്ള ശരീരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുമ്പോഴാണ്. അത് ഭാവിയിൽ സംഭവിക്കാൻ പോവുകയാണ്. എന്നാൽ നമുക്ക് നിത്യതയിൽ ചെല്ലുമ്പോൾ പ്രതിഫലം ലഭിക്കുന്നത് ഈ ഭൂമിയിൽ നാം എത്രത്തോളം ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധ ജീവൻ നയിച്ച് ദൈവത്തിന് എത്രത്തോളം പ്രസാദകരമായി നാം ജീവിച്ചു എന്നുള്ളതിന്റെ വെളിച്ചത്തിലാണ് നിത്യതയിൽ നമുക്ക് പ്രതിഫലങ്ങളെ ലഭിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിച്ച് ദൈവത്തിന് പ്രസാദകരമായി ജീവൻ നയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.